അതുകൊണ്ടാണ് 2017 കരിവള്ളൂർ സമ്മേളനത്തിൽ അയാളുടെ പിൻഗാമിയായി KP മധുവിന് ആ KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. കേസിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ. KP മധു എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. അയാളിപ്പോ കൌൺസിലർ വന്നു, നഗരസഭാ കൌൺസിലറാണ്. അപ്പോ ഈ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഈ മൂന്ന് ഫണ്ടും പരിശോധനയ്ക്ക് വരുന്ന ഒരേ സമയത്താണ്. ഏതെങ്കിലും ഒന്നിൽ കൃത്രിമമില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ തിരിമറിയില്ലാതിരിക്കണ്ടേ, ഏതെങ്കിലും ഒന്നിൽ ധനാപഹരണം നടക്കാതിരിക്കണ്ടേ. അതുകൊണ്ടാണ് ഇത് വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത്. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അത് പറ്റിപ്പോയി, തിരുത്താൻ അവസരം കൊടുക്കാം എന്ന് നമുക്ക് ആശ്വസിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇത് മൂന്ന് ഫണ്ടിലും, ഇതിനു മുമ്പത്തെ ഫണ്ടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അതൊന്നും ഉറപ്പിച്ച് ഇല്ല എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ നിലയിലേക്കാണ് പയ്യന്നൂരിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇതിനെ മറച്ചു വെക്കാൻ വളരെ ബോധപൂർവം പയ്യന്നൂരിൽ അങ്ങനെ ഒരു ഫണ്ട് വിവാദമില്ലെന്നും ഇത് പാർട്ടിക്കകത്തെ വിഭാഗീയതയുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണെന്നുമുള്ള പ്രചരണം നടത്തുകയാണ്. മധു എല്ലായിടത്തും ആശ്രിതരെ സൃഷ്ടിക്കുന്ന ഒരു ശൈലി അനുവർത്തിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും പോകുമ്പോഴും കുറെ ആളുകളുണ്ടാകും. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മർമറിംഗ് ക്യാമ്പയിൻ നടത്തുക. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് പയ്യന്നൂരിൽ സാമ്പത്തിക വിഷയങ്ങൾ ഒന്നുമില്ലെന്നും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിനു മുമ്പ് ഒരു വിഭാഗീയതയും വലിയ തോതിൽ പയ്യന്നൂരിൽ ഉണ്ടായിരുന്നില്ല. അഭിപ്രായങ്ങൾ ഉണ്ടാകുമല്ലോ, അതിന്റെ ഭാഗമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതല്ലാതെ വിഭാഗീയത എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പയ്യന്നൂർ പാർട്ടി നേരത്തെ പോയിരുന്നില്ല. പക്ഷെ ഇപ്പൊ കടുത്ത വിഭാഗീയതയാണ് പയ്യന്നൂരിലെ പാർട്ടിക്കകത്ത്. അത് അവസാനിപ്പിക്കാൻ നേതൃത്വമല്ല ഇടപെടേണ്ടത്. ഈ കാലാപ്രശ്നം അവസാനിപ്പിക്കാൻ ജില്ലാ നേതൃത്വം ഇടപെടണമെന്ന് പാർട്ടി ഏരിയ കമ്മിറ്റി നിരവധി തവണ തീരുമാനിച്ച് ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഇടപെട്ടില്ല. അതാണ് അവസാനം തെരഞ്ഞെടുപ്പിൽ റബൽ മത്സരിക്കുന്ന രീതിയിലേക്കും ആ റബൽ വിജയിക്കുന്ന രീതിയിലേക്കും പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നത് ഈ പയ്യന്നൂരിന്റെ അനുഭവമാണ്. അതുകൊണ്ട് അവസാനമായി ഒരു കാര്യം മാത്രമേ പറയാനൂ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണം. കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അതിന്റെ ഭാഗമായി പയ്യന്നൂരിലെ പാർട്ടിയെയും രക്ഷിക്കണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാട് തിരുത്തിക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ നിലയിൽ ജനകീയ പിന്തുണയുണ്ട് എന്ന നല്ല ബോധ്യം